അനീഷേ, ഇവനെ നോക്കിക്കോ. എനിക്ക് അത്യാവശ്യമായിട്ട് SP ഓഫീസിൽ പോകണം. ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് ചോദിക്കാം. ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞെന്നുള്ളതും നിന്റെ ബാക്കി ചരിത്രവും എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് നിന്നെ കൊണ്ട് പറയിക്കാം. എന്തുപറ്റി സാർ പെട്ടെന്ന് SP ഓഫീസിൽ പോകുന്നത്? അറിയില്ലടോ, CM റെസ്റ്റ് ഹൗസിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഉടനെ എന്നെ കാണണമെന്ന്. അതിന് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാനാണ് SP വിളിച്ചത്. നിങ്ങളിവനെ നോക്കിക്കോ, ഞാൻ വേഗം പോയിട്ട് വരാം. CMനെ കാണാനാണ് പ്രതാപ് പോകുന്നതെന്ന് കേട്ടതോടെ കൂട്ടായിയുടെ മുഖത്ത് ആശ്വാസവും ചുണ്ടിലൊരു ഗൂഢസ്മിതവും തെളിഞ്ഞു. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താടാ നിനക്കൊരു പുഞ്ചിരി? ഇനി നിന്നെ തുറന്നുവിടാനെങ്ങാനാണോ മിനിസ്റ്റർ എന്നെ വിളിപ്പിച്ചത്? അറിയില്ല സാർ. ഇനി ഇപ്പോൾ അതിനാണെങ്കിലും നീ ഇനി പുറം ലോകം കാണണമെങ്കിൽ CM അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ല. കാരണം നിന്നെ പൂട്ടാനുള്ള എല്ലാ കുരുക്കും മുറുക്കിയ ശേഷമാണ് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ മാത്രമേ ഇനി നിനക്ക് പുറത്തു കിടക്കാൻ കഴിയൂ. അതുകൊണ്ട് അത്തരം മോഹങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴേ ഒഴിച്ചു മുടിക്കോ. കേട്ടല്ലോ? അനസേ, ഇവൻ്റെ ബാഗ് നോക്കിയോ? ഇല്ല സാർ, ഇപ്പം നോക്കാം. ഞാൻ വരുമ്പോഴേക്കാവുന്ന നോക്കി വെക്ക്. അതിലെന്തൊക്കെയുണ്ടെന്ന് ഒരു ലിസ്റ്റ് റെഡിയാക്കിക്കോ. ശരി സാർ. പ്രതാപ് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ച ശേഷം പുറത്തേക്ക് പോയി. പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിൽ കയറി ഡ്രൈവറുടെ അടുത്ത് SP ഓഫീസിലേക്ക് പോട്ടടോ. പ്രതാപിന്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ ഡ്രൈവർ വാഹനം SP ഓഫീസിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. 10 മിനിറ്റിന്റെ യാത്രയ്ക്ക് ശേഷം അവരുടെ വാഹനം SP ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്നു. ഓഫീസിലേക്ക് കയറുന്ന പ്രതാപിനെ വാതിൽ നിന്ന് സല്യൂട്ട് ചെയ്ത കോൺസ്റ്റബിളിന് തിരികെ സല്യൂട്ട് കൊടുത്തുകൊണ്ട് പ്രതാപ് അകത്തേക്ക് കയറി. നേരെ ചെന്ന് SPയുടെ റൂമിൽ കയറിയ പ്രതാപ് SP മനു മാത്യുവിനെ സല്യൂട്ട് ചെയ്തു. ഇരിക്കടോ. താങ്ക് യു സാർ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടന്നിരുന്ന ഒരു കസേരയിലിരുന്നു. സർ, CM എന്നെ കാണുമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അറിയില്ലടോ. ആ കേസിൻ്റെ ഇതുവരെയുള്ള പ്രോഗ്രസ് എല്ലാം തൻ്റെ കയ്യിലില്ലേ? യെസ് സർ. വെരി ഗുഡ് സർ. CM എപ്പോഴാണ് എത്തുക? 15 മിനിറ്റിൽ എത്തുമെന്നാണ് പറഞ്ഞത്. താൻ വാ, നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് പോവാം. ഓക്കെ സർ. അവിടെ നിന്നും എഴുന്നേറ്റ് പ്രതാപും SPയും റെസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു. റെസ്റ്റ് ഹൗസിൻ്റെ പാർക്കിങ്ങിൽ നിർത്തിയ ജീപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന പ്രതാപിനെയും മനുവിനെയും കണ്ട ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI സിജു സല്യൂട്ട് ചെയ്തു. തിരികെ വിഷ് ചെയ്ത ശേഷം SP സിജുവിനോട് ചോദിച്ചു, എന്താടോ താനിവിടെ? VIP ഡ്യൂട്ടിയാണ് സാർ. എന്നിട്ട് മിനിസ്റ്റർ എത്തിയോ? ഇല്ല സർ, ഉടനെ എത്തുമെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. സാറ് CMനെ കാണാൻ വന്നാണോ? അതേടോ. പ്രതാപ് സാർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയല്ലേ? അതെ. സിജു ഇപ്പോൾ എവിടെയാ? അവൻ്റെ കയ്യിലിരിപ്പോണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവന് ട്രാഫിക്കിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. പ്രതാപിൻ്റെ ചോദ്യത്തിന് SP ആണ് മറുപടി കൊടുത്തത്. അതെന്തു പറ്റിയടോ? ചൂടിൽ നിന്റെ അപ്പുറത്താണവൻ. മദ്യപിച്ച് വാഹനം ഓടിച്ച ചോട്ടാ നേതാവിനെ പൊക്കി. അവനെ വിടാൻ പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ച പാർട്ടിയുടെ ജില്ലാ നേതാവിൻ്റെ തന്തയ്ക്കും വിളിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ വന്നു ട്രാഫിക്കിലേക്ക്. അത് പിന്നെ അവനെ വിട്ടില്ലെങ്കിൽ എന്നെ അങ്ങ് ചെത്തിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കവനെ വിടാൻ സൗകര്യം ഉണ്ടായില്ല. പോയി നിന്റെ തന്തയെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞു. കൊള്ളാം. പ്രതാപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിജുവിൻ്റെ വയർലെസ്സിൽ നിന്ന് മിനിസ്റ്റർ തൊട്ടുമുമ്പുള്ള ജംഗ്ഷൻ പാസ് ചെയ്ത മെസ്സേജ് വന്നു. വാടോ, അവിടെ പോയിരിക്കാം. സ്വീകരിക്കാൻ മുമ്പിൽ കണ്ടില്ലെങ്കിൽ ആ പെണ്ണുപിള്ളക്ക് കലി കയറും. അതും പറഞ്ഞു നടന്ന SPയുടെ പിറകിലൂടെ പ്രതാപും സിജുവും നടന്നു. റെസ്റ്റ് ഹൗസിൻ്റെ പ്രധാന വാതിലിൽ കാവൽ നിന്ന കോൺസ്റ്റബിൾ ഇവർ വരുന്നത് കണ്ടപ്പോൾ അറ്റൻഷനിൽ നിന്ന് സല്യൂട്ട് കൊടുത്തു. വരാന്തയിൽ കയറി നിന്നപ്പോഴേക്കും റെസ്റ്റ് ഹൗസിൻ്റെ ഗേറ്റിലൂടെ ഹെഡ്ലൈറ്റും ബീക്കൺ ലൈറ്റും സൈറണും ഇട്ട് CMന്റെ പൈലറ്റ് പോകുന്ന പോലീസിൻ്റെ ബൊലേറോ കടന്നു വന്നു. തൊട്ടുപിറകെ CMന്റെ 01 നമ്പറുള്ള വൈറ്റ് ഇന്നോവ ഹെഡ്ലൈറ്റ് ഇട്ട് കടന്നു വന്നു. പിറകെ മറ്റൊരു പോലീസ് ജീപ്പും മറ്റൊരു കാറും. റെസ്റ്റ് ഹൗസിൻ്റെ പോർച്ചിൽ നിന്നും മുന്നിലേക്ക് കയറ്റി നിർത്തിയ പോലീസ് വണ്ടിയുടെ പിറകിൽ പോർച്ചിൽ നിർത്തിയ ഇന്നോവയുടെ മുന്നിലെ സീറ്റിൽ നിന്നും ഇറങ്ങിയ PA നജ്മൽ തുറന്നു കൊടുത്ത ഡോറിലൂടെ പുറത്തേക്ക് ആമിന മേഡം ഇറങ്ങി. സാധാരണ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ആളാണെന്നോ യാതൊരു ഗാംഭീര്യവുമില്ലാത്ത മുഖം ഇപ്പോൾ വലിയ സംഘർഷഭരിതമാണ്. ആളെ കണ്ടാലും വലിയ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാവും. CM ഇറങ്ങുന്നത് കണ്ട SPയും പ്രതാപും CMനെ സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് കഴിഞ്ഞപ്പോൾ, മനു അകത്തേക്ക് പോയോ? കൂടെ പ്രതാപിനെയും കൂട്ടിക്കോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുശേഷം പിറകിലേക്ക് തിരിഞ്ഞ്, നജ്മലെ, ഇവരുമായുള്ള മീറ്റിംഗ് കഴിയുന്നവരെ ആരെയും അകത്തേക്ക് വിടരുത്. വെരി ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, കേട്ടല്ലോ? ശരി മാഡം. നജ്മലിനോട് സംസാരിച്ച ശേഷം അകത്തേക്ക് കയറി CMന്റെ പിറകെ SPയും പ്രതാപും അകത്തേക്ക് കയറി. VIP റൂമിൽ കയറി അവിടെയുള്ള ചെയറിലിരുന്ന CMന്റെ ഓപ്പോസിറ്റിലായി രണ്ടുപേരും നിന്നു. പ്രതാപേ, ആ വാതിലങ്ങടച്ചേക്ക്, ഇല്ലെങ്കിൽ ഇടക്കാരെങ്കിലും കയറി വരും. വാതിലടക്കാനായി മുന്നോട്ട് നീങ്ങിയ പ്രതാപിനോട്
അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ആ റിസപ്ഷനിൽ ചെന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആ പുറത്തു നിൽക്കുന്ന പോലീസുകാരനോട് പറയേ, അത് കൊണ്ടുവന്നിട്ടടക്കാൻ വാതില്. മാഡം, മേശയിലിരിക്കുന്ന ജഗ്ഗിൽ വെള്ളമുണ്ടല്ലോ, അതുപോരെ? അതിന് ചൂടുണ്ടാകില്ല, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല, താൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പറയാം അയാളോട്. CM പറഞ്ഞത് പ്രകാരം പ്രതാപ് പുറത്തു നിന്ന് പോലീസുകാരനോട് ചൂടുവെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പോലീസുകാരൻ കൊണ്ടുവന്ന ചൂടുവെള്ളം വാങ്ങി അകത്തു വെച്ച് അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് മിനിസ്റ്റർക്ക് കൊടുത്തു. പ്രതാപിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ച ശേഷം മിനിസ്റ്റർ സംസാരിക്കാൻ തുടങ്ങി. SP, എന്തായി ആ തുരുത്തിലെ മരണങ്ങളുടെ അന്വേഷണം? അന്വേഷണം ആരംഭിച്ച ശേഷവും അവിടെ മരണങ്ങൾ നടന്നു അല്ലേ? മാഡം, അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അവിടെ നടന്നിരിക്കുന്നത് കൊലപാതകങ്ങളാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. അതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലെ ഒരു പ്രധാന പ്രതിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മാഡം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതാപിനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് പോലീസ് നിഷ്ക്രിയമാണെന്നാണല്ലോ പത്രങ്ങൾ എഴുതുന്നത്. ഇയാളുടെ കയ്യിൽ നിന്നും അന്വേഷണം മാറ്റാൻ എനിക്ക് പാർട്ടിയിൽ നിന്നും നല്ല പ്രഷറുണ്ട്. ഇന്ന് രാവിലെയും പാർട്ടി പ്രസിഡന്റ് എന്നെ വിളിച്ചിരുന്നു. അവർക്കൊക്കെ എന്താണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്? മാഡം, എൻ്റെ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിലാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിറകിൽ പ്രമുഖരായ ചില ആളുകളുണ്ടെന്നാണ്. അവരിലേക്കുള്ള ദൂരം കുറഞ്ഞുവെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പത്രക്കാർക്ക് എന്താണ് മാഡം പറയാൻ കഴിയാത്തത്? അവർക്ക് ഈ കേസിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഞാനൊരു വാർത്തയും കൊടുത്തിട്ടില്ല. അവിടെ നടന്നത് കൊലപാതകമാണെന്ന് നമുക്ക് 3 പേർക്കും പിന്നെ എൻ്റെ സംഘത്തിലുള്ളവർക്കും മാത്രമേ അറിയൂ. തനിക്കറിയാലോ, ഈ കസേര എന്നത് വെറും അലങ്കാരം മാത്രമാണ്. ഭരണം മുഴുവൻ പാർട്ടി പറയുന്നത് പോലെയാണ്. ഇന്ന് രാവിലെ പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇന്ന് തന്നെ തന്നിൽ നിന്നും അന്വേഷണം മാറ്റണമെന്നാണ്. പക്ഷേ തൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക? മാഡം, നാളെ രാവിലെ വരെ എനിക്ക് സമയം തരൂ. ഇതിൻ്റെ പിന്നിലെ ആളുകളെ ഞാൻ നാളെ രാവിലെ മാഡത്തിൻ്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കും. എടോ, അതുവരെ എനിക്ക് സമയം നൽകാൻ കഴിയുമെന്നും അറിയില്ല. മാഡം, ഇന്ന് രാവിലെ തന്നെ മാഡത്തിൻ്റെ പ്രസിഡന്റ് വിളിക്കാൻ എന്താണ് കാരണം എന്നറിയാമോ? ഇല്ല, എന്താ കാരണം? ഇതിൻ്റെ പിറകിലും മാഡത്തിനും പാർട്ടിക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. അയാളിലേക്കുള്ള വഴിയുടെ അവസാന തിരിവിലാണ് ഞാൻ. ഇന്ന് ഞാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ആളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തെളിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അറിഞ്ഞ പേര് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടാതിരിക്കാനാണ് എൻ്റെ കയ്യിൽ നിന്നും അന്വേഷണം ഇന്ന് തന്നെ മാറ്റുവാനുള്ള പ്രഷർ വരാനുള്ള കാരണം. മാഡം പറഞ്ഞാൽ ഞാൻ ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ഒഴിവാകും. കാരണം മാഡമാണ് എനിക്ക് കേസിൻ്റെ ചുമതല നൽകിയത്. അതുകൊണ്ട് മാഡം പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ മാഡം അങ്ങനെ ഒരു ഓർഡർ ഇട്ടാൽ അത് കൈപ്പറ്റുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കും. അതിൽ ഞാൻ എല്ലാം പറയും. എന്നെ ഈ അന്വേഷണത്തിൽ നിന്നും മാറ്റുവാനുള്ള കാരണവും ഇതുവരെയുള്ള എൻ്റെ അന്വേഷണ റിപ്പോർട്ടും ഞാൻ പത്രക്കാർക്ക് കൊടുക്കും. കൂടെ ഞാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുക്കും. അതിൻ്റെ പേരിൽ എൻ്റെ ജോലിയോ ജീവനോ പോയാൽ അതങ്ങ് പോട്ടേന്ന് വെക്കും. കാരണം ഇതിലെ പ്രതികളെ ഞാൻ ഇപ്പോൾ വിട്ടാൽ അവരിനിയും കൊലകൾ ആവർത്തിക്കും. ഇതൊരു ഭീഷണിയായിട്ട് കാണണ്ട. ഞാൻ ചെയ്യാൻ പോകുന്നത് മുൻകൂട്ടി പറഞ്ഞുവെന്നേ ഉള്ളൂ. താൻ ഇത്രയ്ക്ക് ഇമോഷൻ ആകേണ്ട പ്രതാപ്. എൻ്റെ മേലിലെ പ്രഷർ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. ആരാണ് കുറ്റവാളിയെന്ന് എന്നോടുകൂടി പറയൂ പ്രതാപ്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ മാഡത്തിൻ്റെ പാർട്ടിയുടെ MLA ഫൈസൽ കുറ്റിപ്പുറം, അയാളുടെ ഒരു കൂട്ടാളിയെ ഞാൻ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാഡം വിളിച്ചത്. ഓക്കെ പ്രതാപ്, ഈ പേര് എന്നിൽ നിന്നും പുറത്തു പോയില്ല. അത് തനിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അല്ലടോ, അവർക്ക് ഈ കൊലകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വല്ല ഊഹവുമുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ഊഹവുമില്ല മാഡം. ഇന്ന് വൈകുന്നേരത്തോടെ അവൻ്റെ കൂട്ടാളിയെ ഞാൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഫൈസലാണ് ഇതിൻ്റെ പിറകിലെന്ന് തെളിവ് സഹിതം മാഡത്തിനെ അറിയിച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ മാഡം എനിക്ക് നൽകണം. ഓക്കെ, തനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഇതിൻ്റെ പിറകിൽ ആരാണെങ്കിലും തനിക്ക് അവരെ ധൈര്യമായിട്ട് അറസ്റ്റ് ചെയ്യാം. നാളെ രാവിലെ വരെ തനിക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മാഡം. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓക്കെ പ്രതാപ്, ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാവും. തനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു മാഡം. CMനെ സല്യൂട്ട് ചെയ്ത ശേഷം മുറിയുടെ വാതിൽ തുറന്ന് പ്രതാപ് പുറത്തേക്കിറങ്ങി. പ്രതാപ് പുറത്തിറങ്ങിയതിൻ്റെ പിറകെ CMൻ്റെ PA നജ്മൽ അകത്തേക്ക് കയറി. എന്തേ നജ്മലെ? പാർട്ടി പ്രസിഡന്റ് ലെനീഷ് വിളിച്ചിരുന്നു. മാഡത്തിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് 3-4 വട്ടമായി വിളിക്കുന്നു. നീ പറഞ്ഞില്ല ഞാൻ മീറ്റിങ്ങിലാണെന്ന്? ഞാൻ പറഞ്ഞിരുന്നു SP-യുമായിട്ട് എന്തോ മീറ്റിങ്ങിലാണെന്ന്. പ്രതാപ് ഉണ്ടായിരുന്ന കാര്യം നീ പറഞ്ഞിരുന്നു? ഇല്ല മാഡം, CA ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ല. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ മാഡത്തിനോട് തിരികെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ലെനീഷിനെ ഞാൻ വിളിക്കാം. ശരി മാഡം. നജ്മല് പുറത്ത് വെയിറ്റ് ചെയ്യും. ശരി മാഡം.
നജ്മൽ പുറത്തേക്ക് പോയ ശേഷം CM SP-യോട് സംസാരിക്കാൻ തുടങ്ങി. മനു, താൻ എൻ്റെ പ്രോഗ്രാം ചാർട്ട് കണ്ടില്ലേ? യെസ് മാഡം. ആ ചാർട്ടിൽ വൈകുന്നേരം 4 മണി വരെ മാഡത്തിനിവിടെ 4 പ്രോഗ്രാമുണ്ട്. അതെ, അതിനുശേഷം ചാർട്ടിലില്ലാത്ത ഒരു പ്രോഗ്രാമുണ്ട്. ഇവിടെ ടൗൺ ഹാളിൽ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം. ആ പ്രോഗ്രാമിന് മുഖ്യമന്ത്രിയല്ലാത്ത വെറും ആമിനയായിട്ട് എനിക്ക് പോകണം. യാതൊരു പോലീസ് പ്രൊട്ടക്ഷനും എനിക്ക് വേണ്ട. അല്ല മാഡം, മാഡത്തിൻ്റെ പ്രൊട്ടക്ഷൻ. മനു പറയുന്നത് മുഴുവനാക്കാതെ CM ഇടയിൽ കയറി. മനു, എന്നെ ബോംബിട്ട് കൊല്ലാനും മാത്രമുള്ള ആരും അവിടെ വരില്ലടൂ. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവരിലൊരാളായിട്ട് എനിക്ക് കുറച്ച് സമയം ആ ആളുകൾക്കിടയിൽ ഇരിക്കണം. ഇതുവരെ ഞാൻ പ്രസംഗിക്കുന്നത് ആളുകൾ കേൾക്കുകയായിരുന്നു. ഇന്ന് മറ്റുള്ളവരുടെ പ്രസംഗം ഞാനും കേൾക്കട്ടെ. മാഡം, അങ്ങനെ പറയരുത്. എന്തെങ്കിലും മാഡത്തിന് സംഭവിച്ചാൽ ഞാനാണ് മറുപടി പറയേണ്ടത്. പോലീസ് ഫോഴ്സിനെ കരുവാരിത്തേക്കാൻ ഒരു കാരണം നോക്കി നടക്കുകയാണ് ഇവിടുത്തെ പത്രങ്ങളും മീഡിയയും. അതുകൊണ്ട് മാഡം ഞാൻ പറയുന്നത് കേൾക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ഞാൻ പറയുന്നത് താൻ കേട്ടാൽ മതി. എൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് യൂണിഫോമിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനെ ആ ഏരിയ കണ്ടാൽ തെറിക്കുന്നത് തൻ്റെ തൊപ്പിയായിരിക്കും. ഞാനും നജ്മലും മാത്രം മതി ആ പ്രോഗ്രാമിന്. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അവൻ നോക്കിക്കോളും. അവൻ്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ആർക്കും എൻ്റെ മുന്നിലെത്താൻ കഴിയൂ. അതെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഇത് തന്നോട് പറയാതെ പോകാമായിരുന്നു. പിന്നെ പറയാൻ കാരണം തൻ്റെ ഏരിയയിൽ വന്ന CM-നെ കാണുവാനില്ലെന്നൊരു വാർത്ത വരരുത് എന്ന് കരുതിയാണ്. ഈ കാര്യം നമ്മൾ രണ്ടാളുമല്ലാതെ വേറെ ആരും അറിയരുത്. കേട്ടല്ലോ? മനുവിന് പോകാം. ശരി മാഡം. CM-നെ സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് പോകാനായി തിരിഞ്ഞ മനുവിനെ വിളിച്ച്, താൻ പോകുമ്പോൾ നജ്മലിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി മാഡം. മനു പുറത്തേക്ക് പോയ ഉടനെ നജ്മൽ അകത്തേക്ക് വന്നു. നജ്മലെ, വൈകിട്ട് ചാർട്ടിലുള്ള നമ്മുടെ പ്രോഗ്രാമുകൾ കൂടാതെ വേറെ ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. അതിന് നമ്മൾ രണ്ടാൾ മാത്രം മതി. പോലീസോ ഡ്രൈവറോ വേണ്ട. എന്ത് പ്രോഗ്രാമാണ് മാഡം? ഇവിടെ ടൗൺ ഹാളിൽ ഒരു പുസ്തക പ്രകാശനം. അല്ല മാഡം, അതൊരു പബ്ലിക് പ്രോഗ്രാം അല്ലേ? അതിന് പ്രൊട്ടക്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. ശരി മാഡം. നീ ആ ലെനീഷിനെ ഒന്ന് വിളിച്ച് അയാൾ എന്തിനാണ് വിളിച്ചതെന്നറിയട്ടെ. നജ്മൽ CM-ന്റെ ഫോണിൽ പ്രസിഡന്റിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, നജ്മൽ പറഞ്ഞു പ്രസിഡന്റ് വിളിച്ചിരുന്നുവെന്ന്. എന്തേ ഇത്ര അർജന്റായിട്ട് വിളിച്ചത്? എന്തായി ഞാൻ പറഞ്ഞ പ്രതാപിന്റെ കാര്യം? അന്വേഷണം അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയോ? അങ്ങനെയൊന്നും ഒരാൾ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അതിന് അതിൻ്റെതായ വഴികളില്ലേ? അതൊന്നും മിനിസ്റ്റർ എന്നെ പഠിപ്പിക്കണ്ട. അന്വേഷണത്തിൽ പുരോഗതിയിലെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ കഴിയില്ലേ? പ്രസിഡന്റിന് അയാളെ മാറ്റണമെന്ന് എന്താ ഇത്ര വാശി? ഇതുവരെ കേസ് അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല. എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസ് പ്രതാപ് തന്നെ അന്വേഷിക്കും. നാളെ വൈകുന്നേരത്തോടെ ഇതിൻ്റെ റിപ്പോർട്ട് എനിക്ക് നൽകാമെന്നാണ് SP പറഞ്ഞത്. അതിൽ കാര്യമില്ലല്ലോ. ഇത്ര ദിവസമായിട്ട് അവിടെ എന്തുകൊണ്ടാണ് മരണങ്ങൾ നടക്കുന്നതെന്നോ എന്താണ് മരണകാരണമെന്നോ അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇന്നും നാളെയും കൊണ്ട് അയാൾ എന്ത് കണ്ടെത്താനാണ്? ഇത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ? നാളെ വൈകുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല പ്രസിഡന്റ്, ഇതുവരെ ഒരു കേസിലും ഇല്ലാത്ത താല്പര്യം എന്താണ് ഈ കേസിൽ മാത്രം? അങ്ങനെയൊന്നുമില്ല. കേരളം മുഴുവൻ അറിഞ്ഞ കേസല്ലേ, അതിൻ്റെ ഒരു ആകാംക്ഷ. ശരി മിനിസ്റ്ററെ, ഒരു കാര്യം കൂടി. എന്താണ് മരണകാരണമെന്നോ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നോ SP പറഞ്ഞോ? ഇല്ല. എന്തേ, പ്രസിഡന്റിന് ആരെങ്കിലും സംശയമുണ്ടോ? പോലീസ് പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇതിൻ്റെ പിന്നിൽ ആളുകളുണ്ടെന്ന്. പിന്നെ എങ്ങനെ പ്രസിഡന്റിന് അങ്ങനെ തോന്നാനായിട്ട്? അത് പിന്നെ ഇത്ര മരണങ്ങൾ നടന്നതിൽ അസ്വാഭാവികത ഉണ്ടാവില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി പ്രസിഡന്റ്, എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ പ്രസിഡന്റിനെ വിളിക്കാം. എനിക്ക് കളക്ടറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഫോൺ കട്ടാക്കിയ മിനിസ്റ്റർ, നജ്മലെ, കളക്ടർ എപ്പോഴാണ് എത്തുക? 10 മിനിറ്റിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ശരി, കളക്ടർ വരുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ശരി മാഡം. നജ്മൽ പുറത്തേക്ക് പോയി. മിനിസ്റ്റർ റെസ്റ്റ് എടുക്കാനും കിടന്നു. പോലീസ് ക്ലബ്ബിൽ തിരിച്ചെത്തിയ പ്രതാപ് കൂട്ടായിയെ ചോദ്യം ചെയ്യാനായി വീണ്ടും റൂമിലേക്ക് പോയി. എന്തായി അനസേ, ഇവൻ്റെ ബാഗ് പരിശോധിച്ചോ? ഓ സർ. ബാഗിൽ പാസ്പോർട്ടും ദുബായിലേക്കുള്ളൊരു ടിക്കറ്റും ഉണ്ട്. 2 ജോഡി ഡ്രസ്സ്, പിന്നെ ഒരു ഡയറി. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അറസ്റ്റ് നടന്നത് ഉന്നതങ്ങളിൽ അറിഞ്ഞടോ. ഇവനെ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെല്ലുമെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞെന്നും ഇവനെ അറസ്റ്റ് ചെയ്തത് മുകളിലുള്ളവർ എങ്ങനെ അറിഞ്ഞെന്നും നമുക്ക് ഇവനെ കൊണ്ട് തന്നെ പറയിക്കണം. കൂട്ടായി, നമുക്ക് നിർത്തിയിടത്തുനിന്ന് തന്നെ വീണ്ടും തുടങ്ങാം കഥ പറയാൻ. ശരി സർ. നിന്നെ വിടാൻ പറയാനാണ് മിനിസ്റ്റർ എന്നെ വിളിപ്പിച്ചത്. പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മിനിസ്റ്റർ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത്. അത് കേട്ടതോടെ കൂട്ടായിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും പോയി. കൂട്ടായി, തുടങ്ങിക്കോ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വരുമെന്ന് നീ എങ്ങനെയാ അറിഞ്ഞത്? കൂട്ടായി പറയാൻ തുടങ്ങി.